നിലവാരം എല്ലാവർക്കും താങ്കൾക്ക് പറഞ്ഞോണ്ടൊക്കെ എന്തുകൊണ്ട് ഈ പാർട്ടിക്കേരല്ലേ താങ്കളെ പാർട്ടിയാക്കിയ പാർട്ടിക്കെതിരെ പറഞ്ഞോണ്ടൊക്കെ അല്ലേ അല്ലേ ആ വെളിയിൽ പോയി അതാ പറഞ്ഞേ എല്ലാം നേടിക്കഴിഞ്ഞ് പുറത്തു പോയി അത്രേ ഉള്ളൂ എന്ത് നേടാനെന്നാ ഒന്നും നേടിയിട്ടില്ല ഒന്നുമല്ല നേടുമല്ലോ പക്ഷെ നേടി അതാണ് ഞങ്ങൾ പറയുന്നത് പാർട്ടിയിൽ നിന്ന് നേടി ഇല്ലെന്ന് പറയണ്ട പാർട്ടിയിൽ നിന്ന് നേടി സ്ഥിരമൊന്നുമല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഒരു 1.5-2 വർഷം മുമ്പ് ഞങ്ങളൊന്നും പറയത്തില്ല സാറേന്നല്ലേ വിളിച്ചിരുന്നത് സാറേന്നാ വിളിപ്പിച്ചിരുന്നത് സാറേന്നാ അതൊക്കെയായിരുന്നു ഓരോ പാർട്ടിയിലും പ്രവർത്തിക്കുന്നതാണ് പാർട്ടി അംഗീകരിക്കും ജനങ്ങൾ അംഗീകരിച്ചു അതെ അപ്പൊ അംഗീകരിച്ചു അപ്പൊ പാർട്ടി എല്ലാവർക്കും അംഗീകരിക്കുന്നല്ലേ പറഞ്ഞു വരുന്നത് അതെ 29,000 പരാതികളുണ്ട് കുഞ്ഞാലിക്കുട്ടി ഒരു ലക്ഷം പരാതി അങ്ങനെ ഭൂരിപക്ഷത്തിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇത്ര വോട്ട് ജയിച്ചു എന്ന് പറയുമ്പോൾ 1,80,000 വോട്ട് കുഞ്ഞാലിക്കുട്ടി ജയിച്ചു അത് ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് നേരിട്ടുമായിട്ടാ വന്നത് അതാണ് പ്രശ്നം അവിടുത്തെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചാൽ തോറ്റുപോയെന്ന് എല്ലാ തവണയും ജയിച്ചല്ലേ MLA ആയിരുന്നു മന്ത്രിയായിരുന്നു അതല്ല എല്ലാ തവണയും ജയിച്ചു വന്നാണ് MLA മന്ത്രിയായത് അതാണ് കറക്റ്റ് ഒരു പ്രാവശ്യം പോലും തോറ്റില്ലെങ്കിൽ ആ പ്രസ്ഥാനം തീരുമാനിച്ചു പിന്നെ ഞങ്ങളൊക്കെ വന്നത് ഇപ്പൊ തോറ്റാണ് പ്രസ്ഥാനം തീരുമാനിച്ചായിരുന്നു അത്രേ ഉള്ളൂ താങ്കളെല്ലാം നേടിയത് പാർട്ടിയെ കൊണ്ടല്ലേ എല്ലാം നേടിയതിനു ശേഷം പാർട്ടി വിട്ട് പുറത്തുപോയി ഇപ്പോൾ പാർട്ടിക്കെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചോദിക്കുന്നത് CPM പ്രവർത്തകരാണ് ചിലപ്പോൾ ജി സുധാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അടുത്ത കാലത്തൊന്നും ഇത്തരമൊരു അനുഭവം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല ആലപ്പുഴ നീർക്കുന്നം സ്കൂളിലാണ് സംഭവം അവിടുത്തെ ഒരു തർക്കത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ജി സുധാകരൻ എത്തുന്നത് അവിടെയാണ് CPM പ്രവർത്തകരും സുധാകരനും തമ്മിൽ വാക്ക് തർക്കമുണ്ടാകുന്നത് PTA പ്രസിഡന്റ് പ്രശാന്ത് കുട്ടി CPM പഞ്ചായത്ത് അംഗം ഹാരിസ് ഇവരുമായിട്ടാണ് വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടത് ഞാൻ ഇവിടെ 25,000 വോട്ടിന് ജയിച്ചില്ലേ എന്ന ചോദ്യം ജി സുധാകരൻ ചോദിക്കുന്നു മറുപടിയായി പറയുന്നത് PK കുഞ്ഞാലിക്കുട്ടി 1,00,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു എന്നാണ് എന്ന് വെച്ചാൽ ജി സുധാകരനെ പൊളിച്ചടുക്കുകയാണ് ചെയ്തത് CPM പ്രവർത്തകർ കിട്ടുന്ന അവസരത്തിൽ കൊടുക്കേണ്ടത് കൊടുത്തു CPM പ്രവർത്തകർ കാണാം വിശദമായി ആ ദൃശ്യങ്ങൾ നിലവാരം എല്ലാവർക്കും താങ്കൾക്ക് പറഞ്ഞോണ്ടൊക്കെ എന്തുകൊണ്ട് ഈ പാർട്ടിക്കേരല്ലേ താങ്കളെ പാർട്ടിയാക്കിയ പാർട്ടിക്കെതിരെ പറഞ്ഞോണ്ടൊക്കെ അല്ലേ ആ വെളിയിൽ പോയി അതാ പറഞ്ഞേ എല്ലാം നേടിക്കഴിഞ്ഞ് പുറത്തു പോയി അത്രേ ഉള്ളൂ എന്ത് നേടാനെന്നാ ഒന്നും നേടിയിട്ടില്ല ഒന്നുമല്ല നേടുമല്ലോ പക്ഷെ നേടി അതാണ് ഞങ്ങൾ പറയുന്നത് പാർട്ടിയിൽ നിന്ന് നേടി ഇല്ലെന്ന് പറയണ്ട പാർട്ടിയിൽ നിന്ന് നേടി സ്ഥിരമൊന്നുമല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഒരു 1.5-2 വർഷം മുമ്പ് ഞങ്ങളൊന്നും പറയത്തില്ല സാറേന്നല്ലേ വിളിച്ചിരുന്നത് സാറേന്നാ വിളിപ്പിച്ചിരുന്നത് സാറേന്നാ അതൊക്കെയായിരുന്നു ഓരോ പാർട്ടിയിലും പ്രവർത്തിക്കുന്നതാണ് പാർട്ടി അംഗീകരിക്കും ജനങ്ങൾ അംഗീകരിച്ചു അതെ അപ്പൊ അംഗീകരിച്ചു അപ്പൊ പാർട്ടി എല്ലാവർക്കും അംഗീകരിക്കുന്നല്ലേ പറഞ്ഞു വരുന്നത് അതെ 29,000 പരാതികളുണ്ട് കുഞ്ഞാലിക്കുട്ടി ഒരു ലക്ഷം പരാതി അങ്ങനെ ഭൂരിപക്ഷത്തിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇത്ര വോട്ട് ജയിച്ചു എന്ന് പറയുമ്പോൾ 1,80,000 വോട്ട് കുഞ്ഞാലിക്കുട്ടി ജയിച്ചു അത് ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് നേരിട്ടുമായിട്ടാ വന്നത് അതാണ് പ്രശ്നം അവിടുത്തെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചാൽ തോറ്റുപോയെന്ന് എല്ലാ തവണയും ജയിച്ചല്ലേ MLA ആയിരുന്നു മന്ത്രിയായിരുന്നു അതല്ല എല്ലാ തവണയും ജയിച്ചു വന്നാണ് MLA മന്ത്രിയായത് അതാണ് കറക്റ്റ് ഒരു പ്രാവശ്യം പോലും തോറ്റില്ലെങ്കിൽ ആ പ്രസ്ഥാനം തീരുമാനിച്ചു പിന്നെ ഞങ്ങളൊക്കെ വന്നത് ഇപ്പൊ തോറ്റാണ് പ്രസ്ഥാനം തീരുമാനിച്ചായിരുന്നു അത്രേ ഉള്ളൂ